ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് രാമായണത്തിൻ്റെ മൂന്നാം ഭാഗം ഒന്ന് കേട്ടാലോ. രണ്ടാം ഭാഗത്തിൽ എന്താ, അഹല്യയുടെ മോക്ഷമൊക്കെ കിട്ടി. അപ്പോൾ മൂന്നാം ഭാഗത്തിൽ അഹല്യ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണ് അഹല്യ സ്തുതിയിലൂടെ നമുക്ക് കാണാം, മൂന്നാമത്തെ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ജഗത്പതി, ജഗന്നാഥ, അച്യുതാനന്ദ, മാധവ എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യ ഒരുപാട് സ്തുതികൾ ഭഗവാനെ കുറിച്ച് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്ര അങ്ങ് ഭഗവാനാണ്, മഹാവിഷ്ണുവാണ്. എനിക്ക് അങ്ങയുടെ പാദങ്ങൾ കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടി. കാരണം അങ്ങയുടെ പാദസേവ ചെയ്യുന്ന ബ്രഹ്മാവ് ശിവൻ അതുപോലെയാണ്. ആ പാദങ്ങൾ കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടിയല്ലോ. എനിക്ക് നിൻ്റെ പതിയോടത്ത് ശിഷ്ടകാലങ്ങളിൽ ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ചെയ്ത പാപങ്ങളെല്ലാം എൻ്റെ ഇവിടെ അവസാനിച്ചു അങ്ങയുടെ പാദസ്പർശനത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യ സ്തുതിയാണ് അതിലൊരുപാട് കാണുന്നത്. പിന്നെ അതിന് ശേഷം ഇവർ വിശ്വാമിത്രൻ ഈ രണ്ട് കുമാരന്മാരെയും ശ്രീരാമൻ ലക്ഷ്മണനെയും കൂട്ടി മിഥില രാജ്യത്തെത്തുകയാണ്. അപ്പോൾ മിഥില രാജ്യത്തിൻ്റെ രാജാവാര് ജനക മഹാരാജാവ്. അങ്ങനെ ജനക മഹാരാജാവ് വിശ്വാമിത്രനെ കാണുകയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കുമാരന്മാരുണ്ടാവുന്നല്ലോ കൂടെ. അപ്പോൾ ജനക മഹാരാജ് ചോദിക്കും, ഇവർ എൻ്റെ ആശ്രമത്തിൽ ഉള്ള മുനികുമാരന്മാരാണ്. എന്നിട്ട് പറയും, ഇവർ ദശരഥ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ്. വല്ലാത്തൊരു തേജസ് ശ്രീരാമൻ്റെ മുഖത്ത് നിന്ന് കാണുന്നുണ്ട് ജനക മഹാരാജാവ്. അങ്ങനെ പറയും. എന്നിട്ട് പറയും, വിശ്വാമിത്രൻ വനത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ താടകേനെ വധിച്ചെന്നും അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് ഇത് കേട്ടപ്പോൾ ജനക മഹാരാജാവിന് സന്തോഷം തോന്നി. കാരണം എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരാളിനെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ദൂതന്മാരുടെ അടുത്ത് പറയും, ജനക മഹാരാജ് പറയും, ആ ത്രയംബകം എന്ന വില്ല് കൊണ്ടുവരൂ, ഇവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ ത്രയംബകം എന്ന വില്ല് അവിടെ കൊണ്ടുവരികയും വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുന്നുണ്ട്, രാമ നീ അതെടുത്ത് ഒന്ന് കുലയ്ക്കാൻ പറയും, നീ ഒന്ന് പരിശ്രമിക്കാൻ പറയും. അങ്ങനെ ശ്രീരാമൻ എല്ലാ ദീപങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ത്രയംബകം എന്ന വില്ലെടുത്ത് കുലയ്ക്കുകയും അത് അവിടെ ജയത്തിലെത്തുകയും ചെയ്തത് സന്തോഷിച്ച ജനക മഹാരാജാവ് തൻ്റെ പുത്രിയെ സീതയെ കൊടുക്കാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ ആഗ്രഹം സഫലീകരിച്ചല്ലോ എന്ന് പറഞ്ഞു ജനക മഹാരാജാവ് പറയും, ദശരഥനെയും എല്ലാവരെയും കൗസല്യയും എല്ലാവരെയും വിളിച്ചു വരുത്തു വിശ്വാമിത്ര, കാരണം നമ്മൾക്ക് ഇവിടെ സീതാ സ്വയംവരം നടത്താം എന്ന് പറയും. അങ്ങനെ ദൂതൻ വഴി ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയും അവിടെ നിന്ന് എല്ലാവരും കൗസല്യയും സുമിത്ര കൈകയും പിന്നെ എല്ലാ പുത്രന്മാരും ഇവിടെ വന്ന് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വരികയും അവിടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ജനക മഹാരാജാവ് പറയും, എനിക്ക് 4 പുത്രിമാരാണ്, ദശരഥനും അപ്പോൾ 4 പുത്രന്മാരുണ്ടല്ലോ, നമ്മൾക്ക് 4 പുത്രിമാരെയും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിവാഹമൊക്കെ അവിടെ നടത്തി. ജനകൻ്റെ എല്ലാ സ്വത്തുക്കളും സീതയ്ക്കുൾപ്പെടെ എല്ലാവർക്കും ജനക മഹാരാജാവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അപ്പോൾ ഈ സീത ആരെന്നൊന്നും പറയണ്ട, സീത അയോനിജയാണ്. അയോനിജി എന്ന് പറഞ്ഞാൽ വേദവതിയായിരുന്നു, പൂർവ്വമായിട്ട്, അതായത് വേദവതിയുടെ പുനർജന്മമാണ് സീത. അപ്പോൾ ഈ വേദവതി എന്ന് വെച്ചാൽ കുശധ്വജൻ്റെ മകളാണ്. കുശധ്വജൻ വേദങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആ വായിൽ നിന്ന് വന്നതുകൊണ്ടാണ് വേദവതി എന്ന പേര് അവിടെ വേദവതിക്ക് കിട്ടുക. അപ്പോൾ ഈ വേദവതി തപസ് ചെയ്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവണൻ അവിടെ വരികയാണ്. രാവണൻ ചോദിക്കും, സുന്ദരിയായ നീ എന്തിനാ മഹാവിഷ്ണുവിന് തപസ് ചെയ്യുന്നത്? നിൻ്റെ ഈ ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എൻ്റെ പത്നിയാവൂ എന്ന് പറയും. വേദവതി എന്നിട്ട് വേദവതിയെ കടന്നു പിടിക്കുകയാണ് രാവണൻ. ഇതിൽ ദേഷ്യം വന്ന വേദവതി, നിങ്ങൾ തപസ് ചെയ്ത് എൻ്റെ ശരീരത്തിൽ തൊട്ടല്ലേ, ഇനി ഞാനിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ അഗ്നിയെ ചാടി മരിക്കുന്നതിന് മുൻപ് വേദവതി പറയും, അടുത്ത ജന്മത്തിൽ എൻ്റെ ഭർത്താവായ മഹാവിഷ്ണു അവതാരം വരും, ആ മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ട് ഞാനും ഉണ്ടാവുമെന്ന് പറയും. അന്ന് നിങ്ങളെ ആ മഹാവിഷ്ണു വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചിതയിൽ ചാടി വേദവതി ആത്മഹത്യ നടത്തുകയാണ്. അപ്പോൾ ഇതിൽ വിഷമം വന്ന രാവണൻ ഈ ചിതാഭസ്മം എടുത്തുണ്ടോ, കാരണം ഇനി ഇവള് പുനർജന്മമായിട്ട് വന്ന് മഹാവിഷ്ണു വന്ന് തന്നെ കൊല്ലുകയല്ലോ. അങ്ങനെ ലങ്കയിൽ സൂക്ഷിക്കുകയും രാവണൻ കുറച്ച് കഴിയുമ്പോൾ അവിടെ ദുർനിമിത്തങ്ങളുണ്ടാകുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഇതിൻ്റെ അടുത്ത് കടലിലോട്ട് ഒഴുക്കി വിടുമ്പോൾ ഒരു സ്വർണ്ണ പേടകമാണ്.
അത് ചെന്ന് ഭാരതതീരത്ത് അടിയുകയും അവിടുത്തെ ഈ ജനക മഹാരാജാവിൻ്റെ കിങ്കരന്മാർ ഈ സ്വർണ്ണ പെട്ടി കണ്ട് എടുത്തോണ്ട് പോയി ഒരു സ്ഥലത്ത് രാജാവിനെ പേടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടും. അങ്ങനെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ജനക മഹാരാജാവ് അവിടെ ഒരു യാഗം നടത്തുന്നു. ആ യാഗം നടത്തുമ്പോൾ അവിടെ നിലം ഇങ്ങനെ അവിടുത്തെ ആ തറ ഉഴുന്ന് മറിക്കുമ്പോഴത്തേക്ക് ഒരു സ്വർണ്ണ പേടകം കിട്ടി. അപ്പം ഈ പേടകത്തിനകത്തിരിക്കുന്ന ചിതാഭസ്മത്തിൽ വേദവതിയുടെ ആ പുനർജന്മത്തിൻ്റെ ആ ഒരു ജീവൻ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ മക്കളില്ലാതിരുന്ന ജനക മഹാരാജാവിന് അതിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടുക, അതായത് അയോനിച്ചിരിക്കാത്ത പോലെ. അപ്പോൾ അയോനിജയായ ഒരു കുട്ടിയെ കിട്ടുകയും സന്തോഷത്തോടു കൂടി ജനക മഹാരാജാവ് അതിന് സീത എന്ന നാമകരണം ചെയ്തു. കാരണം സീത മഹാലക്ഷ്മിയുടെയും ഒക്കെ ഒരു അംശമാണ്, അതുകൊണ്ട് സീത എന്ന പേരിടുകയും ആണ്. അങ്ങനെയാണ് സീത അയോനിജ എന്ന് പറയുന്നത്, അതായത് വേദവതിയുടെ പുനർജന്മമാണ്. പിന്നെ അങ്ങനെ ശ്രീരാമനായിട്ടുള്ള വിവാഹവും ഒക്കെ കഴിഞ്ഞ് ഒരു പോകുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി പറയും, മഹാരാജാവേ, ഈ വഴിയിൽ ഒരു ദുർനിമിത്തം കാണുന്നുണ്ട്, പക്ഷേ അത് നല്ലതിനുമാണ്. അങ്ങനെ ദശരഥ മഹാരാജാവിന് ഇത് വസിഷ്ഠനെന്ന് വെച്ചാൽ കുലഗുരുവല്ലേ, എന്താ നോക്കി പറയുന്നതാണല്ലോ. അപ്പോൾ ദശരഥ മഹാരാജാവിന് ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമം. കാരണം വഴിമധ്യത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവർ പോവുകയാണല്ലോ കൊട്ടാരത്തിലോട്ട്. അപ്പോൾ എന്ത് ദുർനിമിത്തമാണ് ഉണ്ടാകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ആരാ വരുന്നത്? ഭാർഗവരാമൻ ആരാ? പരശുരാമൻ വന്ന് മാർഗമധ്യേ നിൽക്കും. ഞാൻ അറിഞ്ഞല്ലോ, നിങ്ങൾ ഇത്രയും വലിയവനാണ്, നിങ്ങൾക്ക് ത്രയംബകം എന്ന വില്ല് എടുത്ത് കുലയ്ക്കാൻ കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഇത്രയേറെ ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനല്ലാത്ത ഒരു രാമനോ, ഞാൻ മാത്രമേ ഇവിടെ രാമനായിട്ടുള്ളൂ, പിന്നെ വേറൊരു രാമനോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെയും പരിവാരങ്ങളെയും വഴക്ക് പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ മാത്രമേ ഭാർഗവരാമനായിട്ടുള്ളൂ, പിന്നെ ഒരു രാമനുണ്ടോ, എനിക്കിരിക്കുന്ന കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് തർക്കിക്കുകയും എന്നിട്ട് പറയും, ഞാൻ ക്ഷത്രിയ കുലത്തിലുള്ള പക്ഷേ എനിക്ക് ഈ വില്ലിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എൻ്റെ ഒരു വൈഷ്ണവം എന്നൊരു വില്ലുണ്ട്, അത് നീ ഒന്ന് കുലച്ചെന്നെ കാണിക്കൂ എന്ന് പറയും, നിൻ്റെ ശക്തി എനിക്കൊന്ന് കാണണം എന്ന് പറയും. അങ്ങനെ അപ്പോഴത്തേക്ക് ശ്രീരാമന് മനസ്സിലാവും ഇത് പരശുരാമനാണ്. അങ്ങനെ ഭഗവാൻ ശ്രീരാമൻ പരശുരാമനെ കണ്ട് തൊഴുത് ഒക്കെ നിൽക്കുകയാണ്, ആ ഒരു സന്തോഷം പറയുകയാണ്. എന്നിട്ട് എനിക്ക് പറയും, എനിക്ക് എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഞാൻ ത്രയംബകം എന്ന വില്ല് കുലച്ചെങ്കിലും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും അങ്ങ് തരുക വൈഷ്ണവം എന്ന വില്ല് ഞാനൊന്ന് കുലച്ചു നോക്കാം, അമ്പൊന്ന്. അങ്ങനെ ആ വില്ലെടുത്ത് ശ്രീരാമൻ ആ സുന്ദരനായ എന്ന് വെച്ചാൽ അത്രയേറെ സൗന്ദര്യത്തോട് കൂടിയ എന്നെ വർണ്ണിക്കുന്നുണ്ടല്ലോ അവിടെ ശ്രീരാമൻ. അപ്പോൾ അത് ശ്രീരാമൻ വൈഷ്ണവം എന്ന പരശുരാമൻ കൊടുത്ത ആ വില്ലെടുത്ത് ഞാൻ തുലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സന്തോഷമായ ഭാർഗവരം പരശുരാമരം, നീ അസാധ്യമായ ഒരാളാണല്ലോ, നിന്നെ കണ്ടിട്ട് സാധാരണ ഒരാളല്ലോ, അങ്ങനെ മനസ്സിലാവുകയും ഇത് ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലാവുകയും ഭാർഗവരാമനായ പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, ഒരുപാട് ശ്രീരാമസ്തുതി അതിൽ പറയുന്നുണ്ട്. അവസാനം അത് എന്നിട്ട് പറയും, എനിക്ക് നീ അവസാനം എൻ്റെ പാദങ്ങൾ വന്ന് ചേരാൻ എനിക്ക് മോക്ഷം തരണം എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ അവിടെ നിന്ന് പോകുകയെന്ന് പറയും, നിൻ്റെ ഈ ത്രയംബകം എന്ന വില്ലും നിനക്ക് യുദ്ധത്തിന് അവസാനം വരട്ടെ, നിനക്ക് ആ ശക്തി, ആ വില്ലിൽ നിന്നുള്ള അത് കുലയ്ക്കാനുള്ള ശക്തി നിനക്ക് ഉണ്ടാകട്ടെ, നീ ഒരു വലിയൊരു വില്യനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ അവിടെ നിന്ന് പോകുകയാണ്. അപ്പോൾ ഈ പരശുരാമനെ സ്തുതിച്ചുകൊണ്ട് പരശുരാമൻ ഒരുപാട് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് ശ്രീരാമ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചൊല്ലുന്നുണ്ട്. പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് നാമങ്ങളൊക്കെ ചൊല്ലുന്നത്. പക്ഷെ അതിൽ പറയുന്ന ഈ നാമങ്ങളൊക്കെ ചൊല്ലുന്നത് നമ്മൾക്ക് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും പ്രയോജനമാണ് എന്ന് പറയുകയാണ്. ഭാർഗവരാമനായ പരശുരാമൻ ശ്രീരാമനോട് അവിടെ അതിൽ പറയുകയാണ്. അപ്പോൾ അതിൽ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പരശുരാമൻ പറയുന്നത് കൊണ്ട്, അഹല്യ ശ്രീരാമനെ സ്തുതിച്ച് പറയുന്നത് കൊണ്ട്, അങ്ങനെ ഒരുപാട് സ്തുതികളൊക്കെ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണ് അതാണ് മൂന്നാമത്തെ അധ്യായത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന സീത
സീതയുടെ സ്വയംവരവും പിന്നെ ഇത് അഹല്യസ്തുതിയും പിന്നെ പരശുരാമൻ ഭഗവാനെ കുറിച്ച് പറയുന്ന സ്തുതികളൊക്കെയാണ് 3-ാം അധ്യായത്തിലൂടെ പറയുന്നത്. അതോടുകൂടി ബാലകാന്ഡം അവസാനിച്ച് പിന്നെ അയോധ്യകാന്ഡമാണ് അടുത്ത തുടങ്ങുന്നത്. ഹരേ കൃഷ്ണ കഥകളൊക്കെ ഞാൻ ഇതിൽ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ, ജയ ശ്രീരാധരാധി, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തൻ. കഥകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് എനിക്ക് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എങ്കിലും എനിക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് സീതയുടെ കഥ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വേദവതിയാണ്, അയോനിജയാണ്. അങ്ങനെ ആ കഥയും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വേദവതിയുടെ കാര്യം ഞാൻ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുൻപേ കുറച്ചുണ്ട്. പക്ഷെ എന്നാലും സീത ആരെന്നറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ, ജയ ശ്രീരാധരാധേ.